നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? നമ്മുടെ സംസ്ഥാനം നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും വാർത്തകളായി വരുമ്പോഴൊക്കെ തന്നെ നമ്മൾ എല്ലാവരും ഒരു ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു കാര്യം പറയാതെ പോകാറില്ല. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ മുഖത്ത് കൈവച്ചു പോകുന്ന തരത്തിലുള്ള നടപടികൾ, ഒപ്പം ഓരോ പ്രവർത്തനങ്ങളുമാണ്. 16 വയസ്സുള്ളൊരു വിദ്യാർത്ഥി, 9ാം ക്ലാസ്സുകാരി, ഈ രണ്ടു പേരുമാണ് ഇപ്പോൾ സമൂഹത്തിൽ ഞെട്ടിപ്പിക്കുന്ന രണ്ട് കഥാപാത്രങ്ങളായി മാറിയിരിക്കുന്നത്. അതിലൊരാൾ ഇപ്പോൾ ജീവനോടെയില്ല. വളരെ ക്രൂരമായും പൈശാചികമായും മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. കരുവാരക്കുണ്ടിൽ നിന്നും പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന ചില കഥകൾ തന്നെയാണ്. കരുവാരക്കുണ്ട് തൊടിയപുലത്ത് 9ാം ക്ലാസ്സുകാരിയെ 16കാരൻ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കൊലപാതകം നടത്തിയ ശേഷം പ്രതി റെയിൽവേ സ്റ്റേഷനിൽ പോയി. അവിടെ പോലീസിനെ കണ്ടപ്പോൾ മാറി നിന്ന ഇയാൾ പിന്നീട് സമീപത്തെ ഒരു വീട്ടിലെത്തി വെള്ളം ചോദിച്ചു. ആ വീട്ടുകാരുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സ്വന്തം അച്ഛനെ വിളിച്ചു വരുത്തി. അച്ഛൻ എത്തിയ ശേഷമാണ് പ്രതി അവിടെ നിന്നും പോയത്. ഈ ഫോൺ കോളാണ് പ്രതിയെ കുടുക്കാൻ പോലീസിനെ സഹായിച്ചതെന്നാണ് വിവരം. കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിലാണ് നിലവിൽ ആൺകുട്ടി ഉള്ളത്. ആദ്യം ചോദ്യം ചെയ്തപ്പോൾ ബൈക്കിൽ വരുമ്പോൾ ട്രെയിൻ കണ്ടു പേടിച്ചോടിയെന്നും രണ്ടുപേരും രണ്ടു വശത്തായെന്നും പിന്നീട് കണ്ടില്ലെന്നുമായിരുന്നു പ്രതിയുടെ മൊഴി. എന്നാൽ പോലീസ് കൃത്യമായ തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തതോടുകൂടി 16കാരൻ കുറ്റം സമ്മതിക്കുകയായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററും സമീപത്തെ വീട്ടുകാരും പ്രതിയെ സംഭവ ദിവസം കണ്ടിരുന്നു. ഇത് കേസിൽ നിർണായക തെളിവായി മാറും. നിലമ്പൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം സംഭവസ്ഥലത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി വരികയാണ്. ആളൊഴിഞ്ഞ സ്ഥലമെന്ന് മനസ്സിലാക്കിയാണ് കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയതെന്നും ആൺകുട്ടി പോലീസിനോട് പറഞ്ഞു. കൈയും കാലും കെട്ടിയിട്ട് പീഡിപ്പിച്ചെന്നും മൊഴിയുണ്ട്. കരുവാരക്കുണ്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത 16കാരൻ നേരത്തെ കുറ്റം സമ്മതിച്ചിരുന്നു. അതേസമയം കുറ്റകൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടാകാമെന്ന് മരിച്ച പെൺകുട്ടിയുടെ ബന്ധുക്കൾ ആരോപിക്കുകയാണ്. ഒറ്റയ്ക്കൊരാൾക്ക് ഇത് ചെയ്യാനാവില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. വിജനമായ ഇടത്തേക്ക് സ്ഥലപരിചയമുള്ള ആളുകളുടെ സഹായമില്ലാതെ എത്താനാവില്ലെന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലം നടവഴിയുള്ള സ്ഥലമല്ലെന്നും വിജനവഴിയാണെന്നും നാട്ടുകാരും പറയുന്നു. ജനസമ്പർക്കമില്ലാത്ത സ്ഥലമാണെന്നും നാട്ടുകാർ പറയുന്നു. പെൺകുട്ടി പഠിക്കുന്നത് ഈ സ്ഥലത്ത് നിന്നും 10 മുതൽ 20 കിലോമീറ്റർ അകലെയുള്ള സ്കൂളിലാണ്. 1 കിലോമീറ്റർ കഴിഞ്ഞാൽ മറ്റൊരു സ്കൂളുമുണ്ട്. ആൺകുട്ടിയുമായി തെളിവെടുപ്പ് എന്ന നിലയിലാണ് പോലീസ് എത്തിയത്. കുട്ടിയോട് സംസാരിച്ചപ്പോൾ പോലീസിന് കാര്യം മനസ്സിലായിട്ടുണ്ടാകും. സാധാരണ കുടുംബമാണ്, നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞു. ആദ്യഘട്ടത്തിൽ ട്രെയിൻ തട്ടി പെൺകുട്ടി മരിച്ചെന്നായിരുന്നു ആൺകുട്ടി പോലീസിനോട് പറഞ്ഞത്. എന്നാൽ മൃതദേഹം കണ്ടെത്തിയത് റെയിൽവേ ട്രാക്കിൽ നിന്നും ഉയർന്ന മേഖലയിൽ നിന്നായത് കൊണ്ട് തന്നെ പോലീസ് ഈ ഒരു മൊഴി മുഖവിലക്കെടുത്തിരുന്നില്ല. അത് മാത്രമല്ല, അതായിരുന്നു ആദ്യം സംശയം ഉണരാനുള്ള കാരണവും. മാത്രമല്ല, ശരീരത്തിൽ മുഴുവൻ മുറിവേറ്റ പാടുകളും കൈകാലുകൾ കെട്ടിയിട്ട നിലയിലുമായിരുന്നു മൃതദേഹം. പെൺകുട്ടിയെ കഴുത്തു ധരിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടിയുടെ സ്കൂൾ ബാഗ് മൃതദേഹത്തിനടുത്ത് നിന്നും തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത +1 വിദ്യാർത്ഥി ലഹരിക്കടിമയാണെന്നാണ് ലഭിക്കുന്ന വിവരം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ നടുക്കത്തിലാണ് ഇപ്പോൾ നിലമ്പൂരിലെ നാട്ടുകാർ. കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും ലഹരി പദാർത്ഥങ്ങളുടെ സ്വാധീനം ഇതിലുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയും പ്രതിയും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നുവെന്ന് ഇരുവരും പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കൊല്ലപ്പെട്ട പെൺകുട്ടിയും പ്രതിയും ഒരേ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഇവർ തമ്മിൽ നേരത്തെ അടുപ്പമുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം പരാതി നൽകുകയും ഇനി ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് ഒത്തുതീർപ്പാക്കി വിടുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ പ്രതി കഴിഞ്ഞ കുറെ നാളുകളായി സ്കൂളിൽ വരാറില്ലായിരുന്നു. ഇന്നലെ വൈകിട്ട് ഇരുവരും വാണിയമ്പലത്ത് വാഹനത്തിൽ എത്തിയതാണെന്നാണ് പോലീസ് കരുതുന്നത്. ട്രെയിൻ മാർഗം ഇറങ്ങി പുളിപ്പാടത്ത് എത്തിയതാണോ എന്നും പരിശോധിക്കും. കുട്ടിയെ കാണാതായതിനു പിന്നാലെ ഇന്നലെ രാത്രി മുഴുവൻ തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഏറ്റവും ഒടുവിൽ പെൺകുട്ടിയുടെ ടവർ ലൊക്കേഷൻ കണ്ട തൊടിക്കപ്പുലം ഭാഗത്ത് പോലീസിന്റെ അന്വേഷണം എത്തുന്നത്. പെൺകുട്ടിയെ നേരത്തെ ശല്യം ചെയ്തതിന്റെ പേരിൽ 16കാരനെതിരെ പോലീസിൽ കുടുംബം പരാതി നൽകിയിരുന്നു. ഇക്കാരണത്താൽ കുട്ടിയെ ഇന്നലെ മുതൽ സംശയമുണ്ടായിരുന്നു. ചോദ്യം ചെയ്യലിനൊടുവിൽ +2 വിദ്യാർത്ഥി കുറ്റം സമ്മതിക്കുകയായിരുന്നു. ആൺ സുഹൃത്ത് തന്നെയാണ് പോലീസിന് മൃതദേഹം കാണിച്ചു കൊടുത്തത്. ബലാത്സംഗം നടന്നുവെന്നും അതിനുശേഷം കൊലപ്പെടുത്തിയെന്നുമാണ് കണ്ടെത്തൽ. മൃതദേഹം വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അധികം അകലെയല്ലാതെ കാട് മൂടിയ സ്ഥലത്താണ് ഉപേക്ഷിച്ചിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരം 6:30ക്കും രാത്രി 9 മണിക്കും ഇടയിലുമാണ് കൊലപാതകം നടന്നതെന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ
വ്യക്തത വരികയുള്ളൂ. വീട്ടിലേക്ക് വരുന്നതായി കുട്ടി മാതാപിതാക്കളെ ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നു. പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആയി. തുടർന്ന് കുട്ടിയുടെ അമ്മ കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. പിന്നീട് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയായിരുന്നു. കുട്ടിയുടെ ബന്ധുക്കളും വിവിധയിടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. ഇതിനിടയിൽ കുട്ടിയുടെ ബന്ധുക്കൾ പ്രതിയുടെ വീട്ടിലും എത്തിയിരുന്നു. പെൺകുട്ടി വൈകുന്നേരം 6 മണിവരെ തന്നോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും പിന്നീട് മറ്റൊരാളോടൊപ്പം പോയെന്നുമാണ് പ്രതി ബന്ധുക്കളോട് പറഞ്ഞത്. കൊടും ക്രിമിനലിനെ പോലെയാണ് പ്രതി സംസാരിച്ചതെന്നും ലഹരിക്കടിമയായവരെ പോലെയാണ് പെരുമാറിയതെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. ഇക്കാര്യത്തിലും പോലീസ് അന്വേഷണം നടത്തുകയാണ്. പ്രതി ക്രിസ്മസ് അവധിക്ക് ശേഷം സ്കൂളിൽ എത്തിയിട്ടില്ലെന്നാണ് അധ്യാപകർ പറയുന്നത്. ഇയാൾ ചെറിയ ജോലിക്ക് പോയിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. സംഭവം നടക്കുന്നതിന്റെ 2 ദിവസം മുൻപ് പ്രതി കുട്ടിയുടെ വീട്ടിൽ പോയിരുന്നു. വീട്ടുകാർ അടുപ്പത്തിൽ നിന്ന് വിലക്കിയതോടെ കാണിച്ചു തരാമെന്ന് വെല്ലുവിളിച്ചാണ് 16-കാരൻ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് തിരികെ പോയതെന്നും ബന്ധുക്കൾ പറയുന്നു. അതേസമയം ബലാത്സംഗം ചെയ്ത ശേഷം രക്ഷപ്പെടാൻ വേണ്ടിയാണ് പ്രതി കഴുത്ത് നെരിച്ച് കൊന്നതാകണമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. വാണിയമ്പലത്തിനും തൊടിയപുലത്തിനും ഇടയിൽ റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള കുറ്റിക്കാട്ടിലാണ് ഇന്ന് ഉച്ചയോടെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പാണ്ടിക്കാട് തൊടിയമ്പുലം റെയിൽവേ ട്രാക്കിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. കരുവാരക്കുണ്ട് സ്വദേശിയുടെ മകളായ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരിച്ചത്. കുട്ടിയെ കാണാനില്ലെന്നും കുടുംബം പരാതി നൽകിയിരുന്നു. ഇതിൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത്.